നമസ്കാരം. പ്രധാന വാർത്തകൾ. LVM 3M-5 വിക്ഷേപണം ഇന്ന്. നാവികസേനയ്ക്കായുള്ള നിർണായക വാർത്താവിനിമയ ഉപഗ്രഹം വഹിച്ചുള്ള LVM 3M-5 വിക്ഷേപണം ഇന്ന് വൈകിട്ട് 5:27 സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപണം. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ദൗത്യമായതിനാൽ വിവരങ്ങൾ ISRO രഹസ്യമായി സൂക്ഷിക്കുകയായിരുന്നു. ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടിയുള്ള നിർണായക വാർത്താവിനിമയ ഉപഗ്രഹം CMS-03യാണ് ISROയുടെ ഏറ്റവും കരുത്തേറിയ റോക്കറ്റിൽ വിക്ഷേപിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള. കവർച്ച ചെയ്ത സ്വർണം ഇനിയും കണ്ടെത്താൻ ബാക്കി. പോറ്റിയെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാൻ SIT. കട്ടിള കടത്തി സ്വർണം മോഷ്ടിച്ച കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് നാളെ രേഖപ്പെടുത്തും. പോറ്റിയെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം. ശബരിമല ദ്വാരപാലക ശില്പങ്ങളുടെ പാളി കടത്തിയ കേസിൽ മാത്രമാണ് ഇതുവരെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കട്ടിള കടത്തിയ സ്വർണം മോഷ്ടിച്ച കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് നാളെ രേഖപ്പെടുത്തും. നാളെ കോടതിയിൽ ഹാജരാക്കുന്ന പോറ്റിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട വീണ്ടും പ്രത്യേക അന്വേഷണ സംഘം അപേക്ഷ നൽകും. അതേസമയം സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട സംശയനിലയിലുള്ള കൽപേഷ്, വാസുദേവൻ, ഗോവർദ്ധൻ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി എന്നിവരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്ത് വിട്ടയച്ചു. ശ്രീകാകുളം ക്ഷേത്ര ദുരന്തം. ക്ഷേത്ര ഉടമയ്ക്കെതിരെ നരഹത്യയ്ക്ക് കേസെടുത്തു. പ്രത്യേക അന്വേഷണം ഇന്നു മുതൽ. ആന്ധ്രയിലെ ശ്രീകാകുളം ക്ഷേത്ര ദുരന്തത്തിൽ ക്ഷേത്ര ഉടമ ഹരി മുകുന്ദ പാണ്ഡയ്ക്കെതിരെ നരഹത്യയ്ക്ക് കേസെടുത്തു. ക്ഷേത്രം നിർമ്മിച്ചതും ഉത്സവം സംഘടിപ്പിച്ചതും മുൻകൂർ അനുമതിയില്ലാതെയെന്ന് പോലീസ് കണ്ടെത്തി. ആന്ധ്ര സർക്കാരിന്റെ പ്രത്യേക അന്വേഷണം ഇന്നു മുതൽ ആരംഭിക്കും. കാസിബുഗ ശ്രീ വെങ്കടേശ്വര സ്വാമി ക്ഷേത്രം ഉടമ ഹരിമുകുന്ദ പാണ്ഡയ്ക്കെതിരെയാണ് കേസെടുത്തത്. ഇയാൾക്കെതിരെ നരഹത്യാ കുറ്റം ചുമത്തിയിട്ടുണ്ട്. മുൻകൂർ അനുമതി വാങ്ങാതെ ക്ഷേത്രം നിർമ്മിച്ചതും പോലീസിനെ അറിയിക്കാതെയാണ് ഉത്സവം സംഘടിപ്പിച്ചതെന്നും വ്യക്തമായതോടെയാണ് നടപടി. പരിക്കേറ്റ രണ്ടുപേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. സ്ത്രീകളും 12 വയസ്സുള്ള ഒരു കുട്ടിയും ഉൾപ്പെടെ മരിച്ചവരിലുണ്ട്. 15 പേർക്ക് പരിക്കേറ്റു. ഉൾക്കൊള്ളാവുന്നവന്റെ 8 മടങ്ങിലേറെ ആളുകൾ ദർശനത്തിനെത്തിയതാണ് കാസിബുഗയിലെ ശ്രീ വെങ്കടേശ്വര ക്ഷേത്രത്തിൽ ദുരന്തത്തിന് വഴിവെച്ചത്. മരിച്ചവരുടെ ആശ്രിതർക്ക് 2 ലക്ഷം രൂപ വീതം പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൈമാറും. പരിക്കേറ്റവർക്ക് 1.5 ലക്ഷം രൂപ വീതം നൽകും. താമരശ്ശേരി ബിഷപ്പിന് ഭീഷണി കത്ത്. കേസെടുത്ത് പോലീസ്. താമരശ്ശേരി പോലീസാണ് കേസെടുത്തത്. ഭീഷണിപ്പെടുത്തൽ, സമൂഹത്തിൽ കലാപമുണ്ടാക്കൽ വകുപ്പ് പ്രകാരമാണ് കേസ്. ഇസ്ലാമിക് ഡിഫൻസ് ഫോഴ്സ് ഓഫ് ഇന്ത്യ എന്ന സംഘടനയുടെ പേരിലാണ് ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചാരിയലിന് കത്ത് വന്നത്. അബ്ദുൾ റഷീദ് ഈരാറ്റുപേട്ട എന്ന ആളുടെ പേരിലാണ് കത്തിലുള്ളത്. കത്ത് ബിഷപ്പ് ഹൌസ് താമരശ്ശേരി പോലീസിന് കൈമാറിയിരുന്നു. ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾ അനാശ്വാസ കേന്ദ്രങ്ങളാണെന്നും ജൂതർ, ക്രിസ്ത്യാനികൾ, RSSകാർ എന്നിവർ നശിപ്പിക്കപ്പെടേണ്ടതാണ് എന്നുമായിരുന്നു കത്തിലെ ഉള്ളടക്കം. PM ശ്രീ വിവാദത്തിന് ശേഷമുള്ള ആദ്യ ഇടതുമുന്നണി യോഗം ഇന്ന്. PM ശ്രീ വിവാദത്തിലെ താൽക്കാലിക പ്രശ്നപരിഹാര ശേഷമുള്ള ആദ്യ ഇടതുമുന്നണി യോഗം ഇന്ന്. മന്ത്രിസഭ ഉപസമിതി രൂപീകരണം ഉൾപ്പെടെ മുഖ്യമന്ത്രി വിശദീകരിക്കും. ഏകപക്ഷീയമായി കരാർ ഒപ്പിട്ടത് ചോദ്യം ചെയ്യാൻ RJD, CPM നേതൃയോഗങ്ങളും ഇന്ന് നടക്കും. കരാർ ഒപ്പിട്ടതിലെ ആശയക്കുഴപ്പം ചർച്ചയാകും. മന്ത്രിസഭ ഉപസമിതി രൂപീകരിക്കാനുണ്ടായ സാഹചര്യം മുഖ്യമന്ത്രി LDF യോഗത്തിൽ വിശദീകരിക്കും. PM ശ്രീയിൽ നിന്ന് പിന്നോട്ടു പോകാൻ മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തതോടെയാണ് ഇടതുമുന്നണിയിൽ ഉരുണ്ടുകൂടിയ പ്രതിസന്ധിക്ക് താൽക്കാലിക വിരാമമായത്. CPM-CPI തർക്കം അവസാനിച്ചെങ്കിലും മുന്നണി യോഗത്തിലെ പ്രധാന ചർച്ച PM ശ്രീയെ കേന്ദ്രീകരിച്ചായിരിക്കും.